ഹലോ, എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പൊരിച്ചിട്ടുള്ളൊരു കറിയാണ്. പൊറാട്ടയിലേക്കുള്ളൊരു ചിക്കൻ കറി. അപ്പോൾ അത് നമുക്കതിലേക്ക് കൂടുതൽ ഐറ്റംസ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് സാധാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ മാത്രം മതി. അത് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കനൊന്ന് പൊരിച്ചെടുക്കണു, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിന്ന് വൈകുന്നേരത്തെ ഫുഡ് പൊറാട്ടയാണ് എനിക്ക്. അപ്പോൾ ആ പൊറാട്ടയിലേക്ക് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ചിക്കന് ഞാൻ ആദ്യം മസാല വരട്ടി റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കണം. അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം ആദ്യം. അപ്പോൾ അത് പൊരിച്ചെടുത്തിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ആദ്യം ആ എണ്ണയിൽ നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ. ചിക്കൻ പൊരിച്ചെടുത്ത ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ കറി വെക്കുന്നത്. അപ്പോൾ അതൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ അതിൽ കുറച്ച് ഗ്രാമ്പു, ഏലക്കായ, പട്ട അതിട്ടു. അതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലോണം വഴറ്റിയെടുക്കണം, അല്ലെങ്കിൽ കറിക്കൊരു കട്ടി കിട്ടൂല. അപ്പോൾ നമ്മൾ ഉള്ളി ഏകദേശം വഴന്ന് വന്നിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തു. ആ തക്കാളി ഉള്ളിയും കൂടി നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ല വഴന്ന് വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു. 1 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല. ഇത്രയും മസാല മതി. നമ്മളെ സാധനത്തിനനുസരിച്ച് നമ്മൾ മസാലകൾ ഇടുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കുറച്ച് വെള്ളവും പറഞ്ഞ് നമ്മളതൊന്ന് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇനി നമ്മളെന്ത് ചെയ്യുക, നമ്മളെ ആ പൊരിച്ച് മാറ്റി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം ഒന്നുകൂടി തിളക്കണം. അത് തിളച്ചത് റെഡിയായ നമ്മളെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പ് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുക. നമ്മളെ ചിക്കൻ കറി റെഡിയായി. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ.